സ്വർണ്ണപ്പാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് കോടതിയിൽ ആവശ്യപ്പെടുമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. കോടതിയുടെ അന്വേഷണം ശേഷം കൂടുതൽ തീരുമാനമെടുക്കുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഞാൻ പറയുന്നത് 99-ലാണ് വിജയ് മല്യയുടെ ഈ സ്വർണ്ണപ്പൂശൽ നടക്കുന്നത്. അവിടെ മുതൽ 2025 വരെയുള്ള കാര്യങ്ങൾ അതെല്ലാം സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. അത് ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെടും. പൂജാവധി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ അത് ആവശ്യപ്പെടുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഉപയോഗിച്ചുകൊണ്ട് അത് കോടതിയോട് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യങ്ങളല്ല, അതിനു മുമ്പുള്ള കാര്യങ്ങളല്ല, ഏത് കാര്യവും എനിക്ക് സ്വാഭാവികമായത് കോടതി ഉള്ളത് കൊണ്ട് നമുക്കതിനടുത്തൊരു ഒരു അഭിപ്രായം, ഏകപക്ഷീയമായ ഒരു അഭിപ്രായം പറയാൻ കഴിയും. ഇതെല്ലാം കോടതിയുടെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടും. ഞങ്ങൾക്കതിൽ ഒന്നും ഒളിക്കാനുമില്ല, ഒന്നും മറയ്ക്കാനുമില്ല. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, ഈ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പറഞ്ഞതിൽ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിനെക്കുറിച്ച് ദേവസ്വം ബോർഡിന് വ്യക്തതയില്ല. എവിടെ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത്? ആഗോള അയ്യപ്പ സംഗമം ആരംഭിക്കുന്നതിന് 5 ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചില ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. ഇപ്പോൾ പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പ്രതിക്കൂട്ടിലാകുന്നു, കുഴിയിൽ വീഴുന്നു. ഒരു ദിവസം പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കുഴിയിൽ വീഴുകയാണ്. ഏതായാലും കോടതിയുടെ അന്വേഷണം നടക്കുകയാണ്. 99 മുതൽ 2025 വരെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം വേണം, സമഗ്ര അന്വേഷണം വേണമെന്ന് കൂടി ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സംശയനിലയിൽ നിൽക്കുന്ന വ്യക്തി ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ, ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ കളികൾ എന്ത്? ഇക്കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. പ്രശാന്ത് പറഞ്ഞതിൽ എല്ലാമുണ്ട്. സിജു, തീർച്ചയായും. അതായത് ദേവസ്വം ബോർഡിന് യാതൊന്നും ഒളിക്കാനോ മറയ്ക്കാനോ ഇല്ല. സുതാര്യമായി തന്നെയാണ് ദേവസ്വം ബോർഡിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇത് ജനങ്ങളെ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടാൻ കിട്ടിയ ഒരു അവസരമായാണ് ദേവസ്വം ബോർഡ് കാണുന്നതെന്ന സൂചനയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയത്. കാരണം ഇതിനൊരു കാരണം, എന്ത് ആരോപണം ഉന്നയിച്ച് ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാനും സർക്കാരിനെതിരെയുമായി ഇത്തരത്തിലൊരു ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങി വെച്ചു. അത് വളരെ നന്നായി. അത് എന്തായാലും ആ പ്രതിസന്ധിയിൽ, അല്ലെങ്കിൽ അയാൾ തുടങ്ങി വെച്ച കുഴിയിൽ അയാൾ തന്നെയാണ് വീണിട്ടുള്ളത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ കുടുങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു ആരോപണം വന്നത് ഒരു തരത്തിൽ നല്ലതാണ്. ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ എത്രത്തോളം കൃത്യമാണ്, എത്രത്തോളം കൃത്യമായ രീതിയിലാണ് രജിസ്റ്ററുകളും മറ്റു കാര്യങ്ങളും കൊണ്ടുപോകുന്നത് എന്ന കാര്യം ജനങ്ങൾക്ക് ബോധിപ്പിക്കാൻ ഒരു അവസരം കൂടിയാണിത്. അതിനെ ആ രീതിയിലാണ് കാണുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 1999 മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളിലെല്ലാം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കട്ടെ. അത് കോടതി അന്വേഷണത്തിന് നിർദ്ദേശിക്കുന്നത് നല്ലത് തന്നെയാണ്. അതോട് പൂർണ്ണമായി സഹകരിക്കും. ആ അന്വേഷണം വരുന്നത് കൊണ്ട് തന്നെ അത് ഗുണമേ ചെയ്യൂ എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം കൃത്യമായി എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്താൻ പറ്റും. പക്ഷേ ഒരു പിഴവ് എവിടെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് കൃത്യമായ രജിസ്റ്ററുകളും കാര്യങ്ങളും എല്ലാം സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനുണ്ട്. പക്ഷേ ആ രജിസ്റ്ററുകളുടെ കാര്യം കൃത്യമായി കോടതിയെ ബോധിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ കോടതിയെ അറിയിക്കുന്നതിൽ എവിടെയോ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അങ്ങനെ എവിടെയൊക്കെ പിഴവ് സംഭവിച്ചു, ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. അത് ഉദ്യോഗസ്ഥർക്ക് പിഴവ് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗീകരിക്കുകയും ചെയ്തു. എന്തായാലും കോടതി വിഷയം അന്വേഷിക്കട്ടെ. കോടതിയിൽ ദേവസ്വം ബോർഡ് തുടർന്ന് അന്വേഷണം നടത്താൻ, അതായത് മുഴുവനായി തന്നെ 1999 മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായി അടുത്ത ദിവസം തന്നെ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഇതിന് ആവശ്യം ഉന്നയിക്കും എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാളെക്കുറിച്ച് കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, ഹുയിസ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത്. അത് തന്നെയാണ് ദേവസ്വം ബോർഡിനും സംശയം. ഇയാൾ ആരാണ്, എങ്ങനെയാണ് വന്നതെന്ന് ഈ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുന്നത്. തന്നെയുമല്ല, ദേവസ്വം ബോർഡിന്റെ കണക്കുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ച പീഠങ്ങളെക്കുറിച്ച് അത്തരത്തിലൊരു സാധനം കണക്ക് പ്രകാരമില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു വ്യാജ പീഠമാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം അത് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു വ്യാജ പീഠത്തെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ച ഒരാൾ ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് വരുന്നത്. എന്തായാലും ഇതിൽ വ്യക്തമായ അന്വേഷണം നടത്തട്ടെ. അതിനുശേഷം കോടതിയുടെ അന്വേഷണത്തിന് ശേഷം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഒരു അന്വേഷണം കൂടി നടത്താനുള്ള ആലോചനയും ഉണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്.